ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED പരിശോധന. തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് റെയ്ഡ്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. അതെ അതെ, ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിലൊരു കപ്പിത്താനുണ്ട്. അറിയണ്ടേ? കേരള പോലീസ് പോലും അറിയാതെ കോരൻ്റെ മകൻ പിണറായിയുടെ വീട്ടിൽ EDയുടെ മിന്നൽ റെയ്ഡ്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. പാർട്ടി ശത്രുക്കൾ ഒത്തിവലിക്കാനൊരുങ്ങിയ ആരാണ് സാറേ അന്വേഷണത്തിന് ഉത്തരവിട്ടത്? എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി EDയോട് റെയ്ഡ് നടത്തുവാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ED നടത്തുന്ന റെയ്ഡിനെ ഇങ്ങനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത്? എന്തിനായിരിക്കും അത് ചെയ്തത്? നിങ്ങൾക്കെങ്കിലും പറഞ്ഞു തരാമോ എന്തിനു വേണ്ടിയിട്ടാണ് വിജയന്റെ മകൾ വീണ വിജയന് കരിമണൽ കർത്തയെ പോലെ ഷെയ്ഡി ക്യാരക്ടറിലുള്ള ഒരു വ്യക്തി 1.72 കോടി രൂപ കൊടുത്തിരിക്കുന്നത്? രാഹുലെ, ഇതൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. പ്രശസ്ത ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻ സ്കറിയെ സ്വന്തം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പിണറായി പോലീസ്, കേരള പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അതും ഉടുപ്പിടാതെ. അതും ഇതിൻ്റെ പേരിലായിരുന്നു. ഇതുപോലെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം കേരള പോലീസ്, പിണറായി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതുകൂടാതെ മറുനാടൻ മലയാളിയുടെ കമ്പ്യൂട്ടർ ജീവനക്കാരുടെ വീട്ടിലും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും പൂട്ടി റെയ്ഡ് ചെയ്തു. അന്നു തുടങ്ങിയതാ മറുനാടൻ മലയാളിക്ക് വേണ്ടി പിണറായിയുടെ വേട്ട. ഒരു വാക്ക് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഈ കേസ് എനിക്ക് വിട്ടുതരണം. അവനെ ഈ ഏരിയൊന്നും ഞാൻ ഓടിക്കാം. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് 4 പൊട്ടിക്കണോ ചേട്ടെ? വല്യേട്ടന് എനിക്കൊരു അനുവാദം തരണം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മൂക്ക് തറയിൽ ഉറപ്പിച്ച് മാപ്പ് പറയിക്കാം. പറയൂ വല്യേട്ട, പറയൂ. എന്നാ താൻ എന്താന്ന് വെച്ചാൽ ചെയ്യ്. ആ വിളി കേട്ടില്ലേ? തുലയട്ടെ, പിണറായിസം തുലയട്ടെ. അന്ന് വിളിച്ച വിളിയാ. ആ വിളി കേട്ടു, പിണറായിസം തുലഞ്ഞു. വീണ്ടും വീണ്ടും പറയുന്നു, കേരളം മുടിപ്പിക്കാനുള്ള പിണറായി വിജയൻ, പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട് മുടിപ്പിക്കും. ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു, ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു. ഞാൻ ED റെയ്ഡിനെ പറ്റി കേരള പോലീസിന് അറിയില്ലെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ED തേടിയത് കേന്ദ്ര സേനകളുടെ സഹായം. അപ്പുണ്ണി നായരുടെ ആദ്യത്തെ ആവേശം കണ്ടപ്പോ ഞാൻ കരുതി കുറുപ്പന്മാരെ അടിയോടെ വാരിയെന്ന്. നായര് ഒന്ന് സംസാരിച്ചു നോക്കുന്നത് നല്ലതാ. എന്താ PC യുടെ അഭിപ്രായം? ഇപ്പൊ തന്നെ വേണോ? അതോ ഞാനൊന്ന് ജില്ലാ കമ്മിറ്റി വരെ പോയിട്ട് പ്രശ്നം അവിടെ വെച്ച് ചർച്ച ചെയ്ത് ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിയും ചർച്ച ചെയ്ത് ഒരുത്തരുടെ ജീവിതം പാഴാക്കരുത്. ഇവിടെ ചിരിക്കാൻ അവന്റെ